കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. Thank you, Lord. 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 Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. നന്ദി പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. Hallelujah. Thank you, Lord. 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 Thank you, Jesus. 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 Praise the Lord. 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 നന്ദി പിതാവേ, നാമം സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ വൈകിയ സമയം ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സർവ്വദയാലുവായ ദൈവം ജീവിതത്തിൽ അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ഈ സഹോദരിയും സിസ്റ്റർ റോസിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ കൂടെ അനേകം പേർ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങൾ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് നമ്മൾ ഒരുമിച്ച് അല്പനേരം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ദൈവത്തിൻ്റെ വചനം നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിൽ കൂടെ പ്രാർത്ഥനാ വീരന്മാർ എന്നുള്ള ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കി പല ബൈബിൾ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷയാണ് ഈ ദിനങ്ങളിൽ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിയ സമയത്ത് എനിക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തി ഹിസ്കിയാവ് എന്ന വ്യക്തിയാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഈ ഹിസ്കിയാവ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്കൊരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഈ വൈകിയ സമയത്ത് ഈ റോസ് ഫാമിലി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ ദൈവത്തിൻ്റെ സന്ദേശവുമായി കർത്താവെ കടന്നു വരുവാൻ അവിടുന്ന് അവസരം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിനെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇതിൽ പ്രവർത്തിക്കുന്ന ദൈവമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇതിൽ ഹല്ലേലൂയ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ വൈകിയ സമയത്ത് ഓരോരുത്തരുടെ മേലും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, വചനത്തിന്റെ ശക്തി ഇന്ന് വൈകിയ സമയത്ത് ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങ് പ്രാർത്ഥന കേട്ടനായി നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹിസ്കിയാവിനെ കുറിച്ചാണ് ഇന്ന് വൈകിയ സമയത്ത് നാം അല്പസമയം നാം ചിന്തിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, ഹിസ്കിയാവിന്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ യഹൂദ ദേശത്ത് വളരെ സൽപ്രവൃത്തിയായി, വളരെ നീതിയായി ഭരിച്ച ഒരു രാജാവാണ് ഹിസ്കിയ രാജാവ്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ 18-ാം അധ്യായം മുതൽ നമുക്ക് ഹിസ്കിയാവിന്റെ സൽഭരണത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഹിസ്കിയാവ് ഹല്ലേലൂയ മറ്റുള്ള രാജാക്കന്മാരെ പോലെയല്ല, ദൈവസന്നിധിയിൽ ചില നവീകരണങ്ങൾ വരുത്തിക്കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. സൽഭരണം കാഴ്ചവെച്ച ഒരു രാജാവ്. പ്രൈസ് ദി ലോർഡ്.
യഹൂദ ദേശത്ത് ശലോമോൻ തുടങ്ങി അതിനുശേഷം പല രാജാക്കന്മാർ ഇങ്ങനെ മാറി 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 രാജ്യം ഭരിക്കുവാൻ വേണ്ടി കടന്നു വന്നു. പലരും നല്ല പ്രവൃത്തികൾ ചെയ്തു, പലരും ദൈവ വഴിവിട്ട് അവരുടെ ബുദ്ധിക്കനുസരിച്ച് മുന്നോട്ട് പോയതായി കാണുവാൻ കഴിയുന്നു. നമ്മുടെ വിഷയം ഒരു പ്രാർത്ഥന എന്നുള്ളതാണ്, പ്രാർത്ഥനാ വീരൻ എന്നുള്ളതാണ്. നാം ചിന്തിക്കുമ്പോൾ കൂടെ കാണുവാൻ കഴിയുന്ന ഹിസ്കിയാവ് ശരിക്കും ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. തന്റെ ആത്മീയ നിലവാരത്തെ നാം വെച്ച് നോക്കുമ്പോൾ അവൻ പ്രാർത്ഥനാ മനുഷ്യനായി തീരുവാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഒരു പ്രാർത്ഥനാ മനുഷ്യന് ഉണ്ടാകേണ്ട കാര്യം എന്നുള്ളത് അവൻ പാരമ്പര്യമായി ചെയ്തു വരുന്ന പലതിനെയും പൊളിച്ചു കളഞ്ഞതിന് ശേഷം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹിസ്കിയാവിനെ കുറിച്ച് നാം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് അവന്റെ പിതാവ് ദാവീദ് ചെയ്തു വന്നതുപോലെ അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ളതൊക്കെയും ചെയ്തു വന്ന ഒരു വ്യക്തിയായിരുന്നു ഹിസ്കിയാവ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് പ്രസാദമായ കാര്യങ്ങൾ എന്താണ്? ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നു, പാപികളുടെ പ്രാർത്ഥന. പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഹിസ്കിയാവ് പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന പല കാര്യങ്ങളെയും മറ്റുള്ള രാജാക്കന്മാർ ചെയ്യാത്ത, മറ്റുള്ളവർക്ക് ചെയ്യുവാൻ കഴിയാത്ത, മറ്റുള്ളവർ ചെയ്യുവാൻ ധൈര്യം കാണിക്കാത്ത പലതിനെയും തച്ചുടച്ചുകൊണ്ട് ഹിസ്കിയാവ് ഒരു സൽഭരണത്തിന് വേണ്ടി അവൻ പ്രവേശിക്കുകയാണ്. നാം വായിക്കുമ്പോൾ 4-ാം വാക്യം 18-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത്, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശെ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അതിനടുത്ത വാക്യം അതിന് നെഹുഷ്ഠാൻ എന്നു പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു അവന് മുൻപും പിൻപും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. ഇവൻ ഈ ഹിസ്കിയാവിന്റെ പിതാവെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദാവീദ് പോലും അത് ചെയ്യുവാൻ മടി കാണിച്ച ദാവീദ് പോലും അത് ഉടച്ചു കളയുവാൻ ധൈര്യം കാണിക്കാത്ത സ്ഥാനത്ത് ഹിസ്കിയാവ് അതിനെ ഉടച്ചു കളയുവാൻ ധൈര്യം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തികച്ചും പ്രാർത്ഥനയിൽ കൂടെ ചിലത് നേടിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയിൽ കൂടെ ചിലത് നേടിയെടുക്കണമെങ്കിൽ അത് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പകുതി ദൈവത്തിലും പകുതി വേറെ പല കാര്യങ്ങളിലും ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ദൈവിക മഹത്വം നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കണേ, ഹിസ്കിയാവ് തന്റെ ജീവിതത്തിന്റെ ഒരു ആരംഭഘട്ടമെന്ന വണ്ണം പ്രൈസ് ദി ലോർഡ് തന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടത്തിൽ അത് ഉടച്ചു കളയുകയാണ്, നീക്കം ചെയ്യുകയാണ്. ദൈവ കൂട്ടായ്മയിൽ അശേര പ്രതിഷ്ഠയ്ക്ക് ഒരു സ്ഥാനമില്ല. മോശ ഉണ്ടാക്കിയ ആ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. അതുവരെ ജനം അതിന്റെ മുൻപിൽ കുമ്പിട്ട് നമസ്കരിക്കുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുൻപിൽ വണങ്ങുന്നതായിരുന്നു. വെളിപ്പാട് പ്രാപിച്ച ദർശനം പ്രാപിച്ച കാഴ്ചപ്പാടുള്ള ഹിസ്കിയാവ് തിരിച്ചറിഞ്ഞു, ഈ സർപ്പത്തെ അല്ല വണങ്ങേണ്ടത്.
ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഹിസ്കിയാവ് തയ്യാറായപ്പോൾ ഹിസ്കിയാവിന്റെ ഈ ഭരണം കണ്ടുകൊണ്ട് പലരും ഹിസ്കിയാവിന് എതിരായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അശ്ശൂർ രാജാവും അതുപോലെ സൻഹോരേബും ഇത്യാദി ആൾക്കാരെല്ലാം ഹല്ലേലൂയ യഹൂദയെ ഹല്ലേലൂയ ഞെരുക്കുവാൻ വേണ്ടി, ഇവരെ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ ഹിസ്കിയാവ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് അവൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്, ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തുന്ന ഒരു പതിവ് ഹിസ്കിയാവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശത്രു സൈന്യം പറയുകയാണ്, ഒരു ഗ്രൂപ്പ് പറയുകയാണ്, ഹിസ്കിയാവേ ഹല്ലേലൂയ നീ ഈ പ്രാർത്ഥന എന്നും പറഞ്ഞ് നീ നടക്കേണ്ട കാര്യമൊന്നുമില്ല, നീ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമൊന്നുമില്ല. ഹല്ലേലൂയ നിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദേവനും ഇവിടെ ഉണ്ടാകത്തില്ല, ഇവിടെ ഇല്ല ഹിസ്കിയാവേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഹിസ്കിയാവിന് പറയുവാൻ കഴിയും, എന്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് പറയുന്ന ഒരു പദമുണ്ട്, യഹോവ നമ്മെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മെ വിടുവിക്കും, യഹോവ നമ്മെ വിടുവിക്കുമെന്ന് ഹിസ്കിയാവ് ഒരു സൈഡിൽ ഹല്ലേലൂയ വിളിച്ചു പ്രഘോഷിക്കുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ, മറ്റൊരു സ്ഥലത്ത് നിന്ന് ശത്രുപക്ഷം വിളിച്ചു പറയുന്നു, ജനത്തെ വഴിതെറ്റിക്കുന്നു. ഹിസ്കിയാവ് ഹല്ലേലൂയ യഹോവ നമ്മെ വിടുവിക്കുമെന്നും ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ യഹോവ നിങ്ങളെ വിടുവിക്കുമെന്ന് ഹിസ്കിയാവ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആ വാക്കിൽ വിശ്വസിക്കരുത്. ഹിസ്കിയാവിന്റെ വാക്കിന് ചെവി കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിന്റെ വാക്കിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയാവ് ജനത്തോട് പറയുകയാണ്, യഹോവ നമ്മെ വിടുവിക്കും. കാരണം ഹിസ്കിയാവിന് അറിയാം, പിതാക്കന്മാരെ വിടുവിച്ച കർത്താവ്, പിതാക്കന്മാരെ രക്ഷിച്ച ദൈവം മോശയിൽ കൂടെ ഹല്ലേലൂയ ഒരു വലിയൊരു കൂട്ടത്തെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന അതേ ദൈവം, പാരമ്പര്യമായി കേട്ടുവന്ന വിടുവിക്കുന്ന ആ ദൈവത്തിന്റെ സന്ദേശത്തെ ഹിസ്കിയാവ് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ജനത്തോട് വിളിച്ചു പറയുന്നു, നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന്, നമുക്ക് നന്മ നൽകി തരുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ പ്രയാസഘട്ടത്തിൽ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിന്റെ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകളെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. രണ്ട് ഭാഗമായിട്ട് ഹിസ്കിയാവിന്റെ പ്രാർത്ഥന തിരിക്കാം. ഒന്ന്, ഹിസ്കിയാവ് ദേശത്തിന് വേണ്ടി നെടുവീഴ്പ്പെടുന്ന, ദേശത്തിന് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്ന, ദേശത്തിന് വേണ്ടി കരയുന്ന, ജനത്തിന് വേണ്ടി കരയുന്ന ഒരു ഹിസ്കിയാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദേശത്തെ, ഒരു ജനസമൂഹത്തെ ഹിസ്കിയാവിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിന്റെ കരത്തിൽ ഒരു വലിയ ജനസമൂഹത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ആ ജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്ന ഒരു ഹിസ്കിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നാം അതിന്റെ 19-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഹല്ലേലൂയ ഈ വലിയൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഹല്ലേലൂയ ഹിസ്കിയാവ് എന്താണ് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി അടുക്കുകയാണ്, ദൈവസന്നിധിയിലേക്ക് ഓടി ചെല്ലുകയാണ് തന്റെ അവസ്ഥയെ പറയുവാൻ. എന്തിനാ? ഹിസ്കിയാവിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയമായുള്ള വിഷയത്തിന് വേണ്ടിയല്ല ഹിസ്കിയാവ് പ്രൈസ് ദി ലോർഡ് പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്.
പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് തന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല ഹിസ്കിയാവ് ചെല്ലുന്നത്, ഒരു വലിയൊരു സമൂഹത്തെ ശത്രുവിന്റെ പക്ഷത്ത് നിന്ന് ശത്രുവിന്റെ കരത്തിൽ അകപ്പെട്ടു പോകാതെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഹിസ്കിയാവ് ദൈവസന്നിധിയിലേക്ക് ഓടിയടയുന്നു. 19-ാം അധ്യായം നാം വായിക്കുമ്പോൾ അത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എഴുത്ത് കൊടുത്തു വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ഹല്ലേലൂയ ഹിസ്കിയാവിന്റെ കയ്യിൽ ശത്രുപക്ഷത്തിൽ നിന്ന് ഹല്ലേലൂയ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ഹിസ്കിയാവിന് അറിയാം, ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ ശത്രുക്കളെ കയ്യിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ആമേൻ. ഇന്ന് പകൽക്കാലം ശത്രുക്കൾ എഴുതി വിടുന്ന പല ഹല്ലേലൂയ ചിട്ടികളെയും പല എഴുത്തുകളെയും പല വാക്കുകളെയും ഇന്ന് പകൽക്കാലം ദൈവ സന്നിധിയിലേക്ക് ദൈവ മുൻപാകെ നമുക്കൊന്ന് നിവർത്തി വയ്ക്കുവാൻ തയ്യാറാകാമോ? ശത്രു നിനക്കെതിരെ എഴുതി വിടുന്ന എഴുത്തുകളെ, ശത്രു നിന്നെ തകർക്കുവാൻ വേണ്ടി നിന്നെ തകർക്കുമെന്നും നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്നും നിന്റെ ശുശ്രൂഷയെ നശിപ്പിക്കുമെന്നും നിന്നെ ഉന്മൂല നാശം ചെയ്യുമെന്നും ശത്രുക്കൾ എഴുത്തെഴുതി വിടുമ്പോൾ, ശത്രുക്കൾ നിന്നെ അപമാനിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം മറുപടി പറയുവാൻ നിൽക്കാതെ നമുക്ക് ഓടി ആ എഴുത്തുമായി ദൈവ പാദപീഠത്തിലേക്ക് ചെല്ലുവാൻ നമുക്ക് തയ്യാറാകാമോ? പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് അതാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളോട് മറുപടി പറയുവാൻ ചെല്ലുന്നതിന് മുൻപ്, ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ ചെല്ലുന്നതിന് മുൻപ് ഈ ലഭിച്ച എഴുത്തുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് നിവർത്തേണ്ടവന്റെ മുൻപിൽ ഈ എഴുത്തിനെ അവിടെ നിവർത്തി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്തിലാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് മുൻപ്, ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ പോകുന്നതിന് മുൻപ് ഹല്ലേലൂയ കോടതിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഹല്ലേലൂയ എഴുത്തുകളുമായി ജനം കടന്നു പോകുന്നു. എന്തിന്? ക്രിസ്തീയ സമൂഹം പോലും അതിനുവേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തെ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നാം തയ്യാറായാൽ, നമ്മുടെ വിഷയത്തെ അതുപോലെ തന്നെ നാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നാം തയ്യാറായാൽ നമ്മുടെ വിഷയത്തിന് മേൽ ഒരു മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവസന്നിധിയിൽ ഹിസ്കിയാവ് ഇത് വിടർത്തിയതിനു ശേഷം ഹിസ്കിയാവിന്റെ പ്രാർത്ഥന നമുക്കവിടെ കേൾക്കുവാൻ കഴിയും. ഹിസ്കിയാവ് യഹോവയുടെ മുൻപാകെ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമേ, കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി. യഹോവേ, ചെവി ചായ്ച്ചു കേൾക്കണമേ. യഹോവേ, കണ്ണ് തുറന്ന് നോക്കേണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹേരീബിന്റെ വാക്ക് കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണേ ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കിട്ടിയ എഴുത്തിനെ നിവർത്തി വെച്ച് ദൈവസന്നിധി വിളിച്ചു പറയുകയാണ്, പിതാക്കന്മാരുടെ ദൈവമേ, കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവമേ. പ്രൈസ് ദി ലോർഡ്. കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവം, കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവം ഇന്ന് വൈകിയ സമയത്ത് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ മുൻപിൽ, കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറായാൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഹിസ്കിയാവിനെ പോലെ ഒന്ന് ജാഗരിക്കുവാൻ തയ്യാറാകാമോ? ഹിസ്കിയാവിനെ പോലെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ തയ്യാറാകാമോ? വിഷയം മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നതിന് മുൻപ്, നിങ്ങളുടെ വിഷയങ്ങളെ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നതിനുണ്ട്. ചർച്ച ചെയ്യേണ്ടവന്റെ അടുക്കലേക്ക് ഈ വിഷയത്തെ ഒന്ന് കൊണ്ടുചെല്ലാമോ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ
ഈ വിഷയത്തെ ചർച്ച ചെയ്താൽ അവരിങ്ങനെ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാർത്ഥനാ വീരന്റെ ഗുണമെന്നുള്ളത്, അവന്റെ രീതി എന്നുള്ളത്, അവൻ ആദ്യം അത് കൊണ്ടു ചെല്ലുന്നത് പ്രാർത്ഥനാ മുറിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രാർത്ഥനാ മുറിയിലാണ് അവന്റെ വിഷയത്തെ അവൻ കൊണ്ടു ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ ഹിസ്കിയാവ് രാജാവാണ്. അവിടുത്തെ ജനങ്ങളെ ഒത്തുകൂട്ടി ഒരുമിച്ച് ചേർത്ത് അടുത്തൊരു യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ പണി ഒരുക്കണമെന്ന് ഹിസ്കിയാവിന് പ്ലാൻ ഒപ്പിക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിന് അറിയാം അത് വില പോകത്തില്ല, അത് വില പോകത്തില്ല. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഒരു ആലോചന പ്രാപിച്ച് ഹല്ലേലൂയ മുന്നോട്ട് പോയാൽ ഒരു ശത്രുക്കളും ജയം കൊള്ളുവാൻ അനുവദിക്കത്തില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ഈ ലോകത്തിലേക്ക് നമ്മളെ ആശ്രയങ്ങളെ വെക്കുമ്പോൾ ദൈവസന്നിധിയിൽ അഭിപ്രായം ചോദിക്കാതെ, ദൈവസന്നിധിയിൽ തീരുമാനം ചോദിക്കാതെ നാം പലതും എടുത്തുചാട്ടം കാണിച്ച് പലരും ചെയ്യുന്നത് കൊണ്ട് പല വിപത്തുകളിലേക്ക് നാം ചെന്ന് വീഴാറുണ്ട്. ഹിസ്കിയാവിനെ നോക്കുക. ഒരു വലിയൊരു ശത്രു ഹിസ്കിയാവിനെ ചലഞ്ച് ചെയ്തപ്പോൾ ഹിസ്കിയാവിനെ മാത്രമല്ല ജനത്തെ കൂടെ തെറ്റിച്ചു കളയുകയാണ്. ഹിസ്കിയാവിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ജനത്തെ കൂടെ തെറ്റിച്ചു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് അതൊന്നും ഹിസ്കിയാവ് വകവെച്ചില്ല. ഹിസ്കിയാവിനറിയാം ദൈവസന്നിധിയിൽ ഈ വിഷയത്തെ കൊണ്ടു ചെന്നാൽ കർത്താവ് ഇത് പരിഹരിച്ച് എനിക്ക് തരും. കർത്താവ് പരിഹരിച്ചു തരും. കർത്താവ് പരിഹരിച്ചാൽ അവിടെ കുറവുണ്ടാകത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ദൈവസന്നിധിയിൽ വിഷയങ്ങളെ ഷെയർ ചെയ്യുന്ന ദൈവ പൈതലെ, നിങ്ങളെ വിഷയത്തെ അതേപടി, ശത്രുവിന്റെ എഴുത്തിനെ അതേപടി ദൈവസന്നിധിയിൽ കൊണ്ടുചെന്ന് ഒന്ന് തുറന്നു വെക്കുവാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ 19-ാം അധ്യായത്തിൽ ഹിസ്കിയാവ് ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജനത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി 20-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി ഹല്ലേലൂയ കർത്താവ് തന്റെ ദൂതനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, മറ്റുള്ളവരുടെ വിഷയത്തിനു വേണ്ടി, മറ്റുള്ളവരുടെ വിഷയവുമായി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു ചെല്ലുമ്പോൾ, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ദൈവം ചിലരെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും വിടുതലിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായം ഹിസ്കിയാവ് ദേശത്തിന്റെ വിഷയത്തെ കൊണ്ട്, ശത്രുവിന്റെ നിന്ദയെ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ 20-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഹിസ്കിയാവിന്റെ വിഷയത്തിൽ അവന്റെ ജീവിതത്തിൽ ഒരു നഷ്ടം വരുവാൻ പോകുന്നു എന്ന് ഒരു അറിവുമായി, ഒരു സന്ദേശവുമായി പ്രവാചകന് ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. നോക്കണേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം കണ്ടോ? പ്രാർത്ഥിക്കുന്നതിന്റെ ദൈവസന്നിധിയിൽ വിഷയങ്ങളെ കൊണ്ട് ചെല്ലുന്നതിന്റെ ഹല്ലേലൂയ ഗുണം കണ്ടോ? ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ വിഷയങ്ങളെ കെയർ ചെയ്യുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് അവസരം ലഭിച്ചെന്ന് വരത്തില്ല. എന്നാൽ നിങ്ങളെ വിഷയങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ ഉണർത്തിച്ചു തരുവാൻ ചിലരെ ദൈവം അയക്കുവാൻ പോവുകയാണ്. പ്രവാചകൻ വന്ന് ഹിസ്കിയാവിനോട് പറയുകയാണ്, പെട്ടെന്ന് ഹിസ്കിയാവേ, നീ പെട്ടെന്ന് നിന്റെ ഗൃഹകാര്യമെല്ലാം ഒന്ന് പെട്ടെന്ന് ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്.
ഒരു പ്രവചന ശബ്ദം ഹല്ലേലൂയ. അത് പ്രവാചകനിൽ കൂടെ ശക്തനായ പ്രവാചകനിൽ കൂടെ ഹിസ്കിയാവിന് ആലോചന ലഭിക്കുകയാണ്. പ്രാർത്ഥന വീരൻ അറിയാം. അവിടെയും നമുക്ക് ഹിസ്കിയാവിന്റെ ജീവിതത്തിന്റെ ഒരു ഗുണത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രവാചകനോട് മറുപടി പറയുവാൻ നിന്നില്ല. അവിടെ പ്രവാചകനോട് റിക്വസ്റ്റ് ചെയ്യുവാൻ നിന്നില്ല. പ്രവാചകനെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രവാചകനെ ഈ ആലോചന ഒന്ന് മാറ്റുവാൻ, ഈ ദൈവിക ഈ പദ്ധതി ഒന്ന് മാറ്റുവാൻ ഒന്ന് പ്രാർത്ഥിക്കണമേ, ഒന്ന് ഉപവസിക്കണമേ എന്ന് ഹിസ്കിയാവ് പ്രവാചകനോട് റിക്വസ്റ്റ് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നാണെങ്കിൽ പ്രവചനം പറഞ്ഞ പ്രവാചകനെ വിളിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയെ വിളിച്ച് 3 ദിവസത്തെ ഉപവാസം ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് കൂട്ടത്തിന് ഒരു ഉപവാസം പ്രഖ്യാപിക്കും. ഹല്ലേലൂയ. ഹിസ്കിയാവ് അത് ചെയ്തില്ല. ഹിസ്കിയാവ് ഒരു കൂട്ടത്തെ അവിടെ കൂട്ടിയില്ല. പ്രവാചകനെ അവിടെ നിർത്തിയില്ല. ഹല്ലേലൂയ. ഹിസ്കിയാവിനോട് ദൈവിക ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ, ഹിസ്കിയാവിന്റെ ചെവിയിലേക്ക് ഈ ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവ് എന്താണ് ചെയ്തത്? പ്രവചനം പറഞ്ഞ പ്രവാചകൻ മടങ്ങിപ്പോയി. പ്രവാചകൻ വേറൊരു ഭാഗത്തേക്ക് തന്റെ മുഖം തിരിച്ചു പോയപ്പോൾ ഹിസ്കിയാവ് തന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് തന്റെ മുഖം തിരിച്ചു. അവിടെ ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തനായി നടന്നത് അങ്ങ് ഓർക്കേണമേ. ഇന്ന് വൈകിയ സമയത്ത് എത്ര പേർക്ക് ഹിസ്കിയാവിനോട് ചേർന്ന് പറയുവാൻ കഴിയും, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തനായി നടന്നത് ഓർക്കേണമേ. പ്രൈസ് ദി ലോർഡ്. 20 അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ദൈവസന്നിധിയിൽ കരഞ്ഞു. പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞില്ല. പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞിരുന്നു എങ്കിൽ ഹിസ്കിയാവിന്റെ കരച്ചിലിനെ കേട്ട് പ്രവാചകൻ ഹിസ്കിയാവിന് ചിലപ്പോൾ അനുകൂലമായ എന്തെങ്കിലും ഒരു പ്രവചനം കൂടെ പറഞ്ഞിട്ട് പ്രവാചകൻ അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹിസ്കിയാവ് കരയേണ്ടവന്റെ മുൻപിൽ കരഞ്ഞു. ഹിസ്കിയാവ് കരയേണ്ടവന്റെ മുൻപിൽ കരഞ്ഞു. കരയേണ്ടവന്റെ മുൻപിൽ കരഞ്ഞപ്പോൾ ഹല്ലേലൂയ, ദൂത് പറഞ്ഞ് മടങ്ങിപ്പോയ പ്രവാചകൻ നടുമുറ്റം വിടുന്നതിന് മുൻപ് പ്രവാചകന് മടക്കി ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് വരുത്തിച്ചു. ഹിസ്കിയാവ് പ്രവാചകനെ വിളിച്ചു വരുത്തിയില്ല. ഹിസ്കിയാവ് പ്രവാചകനെ വിളിച്ചു വരുത്തിയില്ല. പ്രവാചകനെ അയച്ചത് കർത്താവാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞ ആലോചനയെ മുടക്കുവാൻ, ആ ആലോചനയെ സ്റ്റോപ്പ് ചെയ്യിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് കഴിയും. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ഹല്ലേലൂയ, നിനക്കെതിരെ വരുന്ന പല ശക്തികളെയും തടഞ്ഞു നിർത്തുവാൻ കഴിയും. കാരണം പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്, ദൈവസന്നിധിയിൽ കരയുന്നവന്റെ കരച്ചിലിന് ശക്തിയുണ്ട്. ഹിസ്കിയാവ് ദൈവസന്നിധിയിലേക്ക് മുഖം തിരിച്ച് ചെമരിനോട് മുഖം തിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ചാഞ്ഞിറങ്ങി വന്നു. എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.
പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിൽ കരയുന്ന ദൈവ പൈതലേ, നീ ചിന്തിക്കുന്നുണ്ടോ നിന്റെ വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല എന്ന്? ഇന്ന് വൈകിയ സമയത്ത് നമുക്ക് ഹിസ്കിയാവിനെ പോലെ ആളെ വിളിച്ച് കൂട്ടുന്നതിന് മുൻപ് നമുക്കൊന്ന് സ്വയമായി യാഗമായി തീരാമോ? സ്വയമായി ദൈവസന്നിധിയിൽ നമ്മുടെ അവസ്ഥകളെ ഒന്ന് പറയാമോ? മറ്റുള്ളവരോട് വിഷയം ഷെയർ ചെയ്യുന്നതിന് മുൻപ്, മറ്റുള്ളവരോട് വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് വിഷയത്തെ വെക്കാമോ? അങ്ങനെയെങ്കിൽ വിടുതൽ നിശ്ചയമാണ്. ഹിസ്കിയാവിനെ പോലെ ദേശത്തിന് വേണ്ടി മധ്യസ്ഥനയ്ക്ക് നമുക്ക് തയ്യാറാകാമോ? ഒരു കൂട്ടത്തെ വിടുവിക്കുവാൻ വേണ്ടി മധ്യസ്ഥനയ്ക്ക് നമുക്ക് തയ്യാറാകാമോ? ശത്രുപക്ഷം തകർക്കുമെന്ന് പറയുമ്പോഴും, ശത്രുപക്ഷം പിടിച്ചു കുലയ്ക്കുവാൻ ശ്രമിക്കുമ്പോഴും, തകർത്ത് കായുമെന്ന് പറയുമ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിന്ന ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മുഴങ്കാലം അടക്കുവാൻ ഇന്ന് രാത്രികാലം ഈ വൈകിയ സമയത്ത് എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന വാത്സല്യ ദേവദാസനെ, നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല. ശത്രു നിന്നെ നോക്കി വെല്ലുവിളിക്കുന്നുണ്ടോ? നിന്റെ ശുശ്രൂഷ വിജയിക്കത്തില്ലെന്ന്, നിന്നെ അവിടെ നിലനിർത്തത്തില്ലെന്ന്, നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന്, ആ വിഷയമായി, ആ എഴുത്തുമായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആ എഴുത്തുമായി നമുക്ക് ദൈവ ശത്രുവിന്റെ ആ എഴുത്തുമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ആലോചന ദൈവത്തിൽ നിന്നാ വന്നത്. ഹിസ്കിയാവേ, നിന്റെ ജീവൻ നഷ്ടപ്പെടുവാൻ പോകുന്നു, ഗ്രഹകാര്യം ക്രമീകരിക്ക്. പ്രവാചകനോട് അഭിപ്രായം ചോദിക്കുന്നതിന് മുൻപ്, പ്രവാചകനോട് അഭിപ്രായം ചോദിക്കുന്നതിന് മുൻപ് ആലോചന ദൈവത്തിൽ നിന്നാണെങ്കിലും ആ ആലോചനയുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ തയ്യാറാണോ? ആലോചന മാറി വരും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി ആലോചനകൾ തിരുത്തി എഴുതും, രേഖകളെ തിരുത്തി എഴുതും. പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ രേഖകളെ തിരുത്തി എഴുതും. ഹല്ലേലൂയ. ഇന്നിപ്പോ വൈകിയ സമയത്ത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനത്തിന് ഭാഗം ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹിസ്കിയാവിനെ പോലെ കർത്താവേ, തിരുമുഖത്തെ നോക്കുവാൻ, തിരുസന്നിധിയിലേക്ക് ഓടിയണയുവാൻ പരിശുദ്ധാത്മാവേ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, ദൈവിക സാന്നിധ്യം കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരെയുള്ള പകരണമേ. ഇന്ന് ഈ വൈകിയ സമയത്ത് ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം, തിരുകൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. കർത്താവ് ഈ റോസ് ഫാമിലി എന്ന ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അവരുടെ മിനിസ്ട്രികളെ അനുഗ്രഹിക്കണമേ, കൃപയിൽ അവിടുന്ന് പൊതിയണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു. പ്രഭു കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വിശ്വസിച്ച് എനിക്ക് ഈ ഗ്രൂപ്പിലേക്ക് അവസരം തന്ന പ്രിയ സഹോദരിയുള്ള ദേവദാസിയുള്ള സ്നേഹവനത്തെ അറിയിക്കുന്നു. നിങ്ങൾ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ മിനിസ്ട്രികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇവിടുത്തെ പഞ്ചാബിലെ വേലകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ.